ലോകം വീണ്ടും ഭീതിയിലോട്ടാകാൻ പോകുന്നു. കൊറോണയ്ക്ക് ശേഷം എംപോക്സ് എന്ന് പറയുന്ന മങ്കി പോക്സ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിട്ട് മുഴുവൻ പകരാൻ തുടങ്ങുകയാണ്. ആഫ്രിക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ നിന്നും മാറി ഇപ്പോൾ വിവിധതര യൂറോപ്പിലും അതുമാത്രമല്ല ഏഷ്യൻ രാജ്യമായ പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഇത് മുഴുവൻ പകരാൻ തുടങ്ങിയാണ്. ഇന്ത്യയിൽ അതിജാഗ്രതയായിട്ടാണ് ഈ കേസ് നോക്കുന്നത്. ആഫ്രിക്കൻ ഏഷ്യ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും വരുന്ന ആൾക്കാരെല്ലാം എയർപോർട്ടിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കയറ്റിവിടുന്നത്. ഇങ്ങനത്തെ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഗുരുതരമാണ്. അതായത് ഈ എംപോക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. 1958 ഡെൻമാർക്കിലെ ഒരു ലാബിൽ വെച്ചിട്ടാണ് എംപോക്സ് ആദ്യമായി കണ്ടുപിടിക്കുന്നത്. ഇത് ഏഷ്യയിലുള്ള കുരങ്ങുകളിലായിരുന്നു കണ്ടുപിടിച്ചത്. ഈ ഏഷ്യയിലുള്ള കുരങ്ങുകളിൽ എങ്ങനെയാണ് ഈ എംപോക്സ് കണ്ടുപിടിച്ചത് എന്ന രീതിയിലുള്ള ഗവേഷണം അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തി വന്നപ്പോഴാണ് ഇവർക്ക് തിന്നത് ഇത് കുരങ്ങിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. എലി അതുപോലെ തന്നെ പെലിച്ചായ എന്നിവയുള്ള എലിവർഗത്തിൽ പെടുന്ന അതിൽ നിന്നും കുരങ്ങുകൾക്ക് ബാധിച്ചതാണ് ഈ എംപോക്സ് എന്ന്. അന്നത്തെ കാലത്ത് തന്നെ, അതായത് 1970 കാലങ്ങളിൽ തന്നെ ഇത് മനുഷ്യനിലും ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ക്ലാഡ് 1, അതായത് കഠിനമേറിയത്. രണ്ടാമത്തേത് ക്ലാഡ് 2, അത് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമല്ല, സ്മോൾ ബോക്സിൻ്റെ അത്ര തന്നെ ഉള്ളൂ. ഇത് പിന്നീട് നോക്കുകയാണെങ്കിൽ അന്ന് 1970 കാലഘട്ടങ്ങളിൽ തന്നെ വിവിധ രാജ്യങ്ങളിലായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലുള്ള ആളുകൾക്കാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആഫ്രിക്കൻ ഏഷ്യ രാജ്യങ്ങളാണ്. അവിടെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആളുകൾക്കായിരുന്നു ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വളരെയധികം സാമ്പത്തികമുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഇതേപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ ഇതിൻ്റെ മരുന്ന് ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അതായത് ഈ മങ്കി പോക്സിൻ്റെ മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ജാഗ്രതയായി നിൽക്കുന്നത്. ഇതിൻ്റെ മരുന്നും കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് WHO എല്ലാ രാജ്യങ്ങൾക്കും വിവിധ തരത്തിലുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനു മുമ്പ് രാജ്യങ്ങളിലെല്ലാം കണ്ടുപിടിച്ച ക്ലാഡ് 2 എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷേ ഇതിന് 2 സ്റ്റേജ് ഉണ്ട്, ക്ലാഡ് 1, ക്ലാഡ് 2. ഇപ്പോൾ വിവിധ തരം രാജ്യങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസ് എന്ന് പറയുന്നത് ക്ലാഡ് 1 പെട്ടതാണ്. ഇതിൻ്റെ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത്, അതായത് ഒരു മനുഷ്യന് പനി, അതുപോലെ തന്നെ ജോയിൻസിന് പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ ധാരാളം കുമിളകൾ ചിക്കൻ ബോക്സ് പോലെ പൊന്തി വരിക, ഇതൊക്കെയാണ് മനുഷ്യനിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. ക്ലാഡ് 2 ബാധിച്ച ആൾക്കാർക്ക് ഈ രോഗം പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നത് 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ആയിരുന്നു. ഈ രോഗം അവർക്ക് സ്മോൾ ബോക്സിന് കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ സ്മോൾ ബോക്സിന് കൊടുക്കുന്ന മരുന്ന് എന്തിനാണ് ഈ എംപോക്സിൻ 2 ബാധിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മരുന്നും കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ സ്മോൾ ബോക്സുമായിട്ട് ചെറിയ രീതിയിലുള്ള ബന്ധം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഈ മരുന്ന് കൊടുത്തത്. ഇതിൻ്റെ ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 10% ആണ് ഇതിൻ്റെ ഡെത്ത് റേറ്റ്. അതുമാത്രമല്ല ഇക്കൊല്ലം, അതായത് 2024 ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 14,000 മുതൽ 17,000 വരെയാണ് ക്ലാഡ് 1 എന്ന് പറയുന്ന ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. 500-ലധികം ആൾക്കാർ ഈ രോഗം പിടിച്ചിട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം WHO വിവിധ തരത്തിലുള്ള ഇതായിട്ട് പറയപ്പെടുന്നുണ്ട്. 2022 ഏറ്റവും കൂടുതൽ എംപോക്സ് ബാധിക്കപ്പെട്ടത്. അതുമാത്രമല്ല ഇതിൻ്റെ മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ ഹൈജീനിക്കായി നിൽക്കണമെന്നാണ് WHO പറയപ്പെടുന്നത്. അതായത് എല്ലാവർക്കും സ്ഥിരീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഇത് ബാധിച്ച ആൾക്കാരുമായിട്ട് അവരെ ചെക്ക് ചെയ്യാൻ പോകുന്ന ടൈമിന് ആണ് ആൾക്കാർക്ക് അധികമായിട്ട് ഈ രോഗം ബാധിക്കപ്പെടുന്നത്. അതുമാത്രമല്ല 25 ദിവസത്തിനുള്ളിലാണ് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഇയാളുമായിട്ട് ഒരാൾക്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 25 ദിവസം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം അയാളെ മേൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ ഇയാൾ ബാക്കിയുള്ള ആൾക്കാരുമായി സമ്പർക്കം മൂലം ഇങ്ങനെ പകർന്ന് വരുന്നുണ്ട്. അതുമാത്രമല്ല ഡെൻമാർക്ക് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അതുമാത്രമല്ല പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. COVID-19 പോലെ വലിയ രീതിയിലുള്ള പ്രശ്നമാക്കാനുള്ളതും അതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രശ്നമാകാൻ പോകുന്നതുമൊന്നുമല്ല ഈ എംപോക്സ് എന്ന് പറയുന്ന ഈ രോഗം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.